ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അധ്യാപക സ്വപ്നം കാത്തിരിക്കുന്ന ഒരു പ്രധാനഘട്ട പരീക്ഷയാണ് LPUP. ഈ പരീക്ഷയിൽ നിങ്ങളുടെ വിജയം അധ്യാപനക്ഷമതയെയും വിഷയജ്ഞാനത്തെയും പാഠ്യപദ്ധതി മനസ്സിലാക്കാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കേരള ചരിത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേരള സിലബസിനെ ഫസ്റ്റ് തന്നെ പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കലാപങ്ങളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തതാണ് പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി ദളവയും പാളിയത്തച്ഛനും കുറിച്യർ കലാപം. അതിൽ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് പഴശ്ശി വിപ്ലവത്തിനെ കുറിച്ചാണ്. പഴശ്ശി വിപ്ലവം പ്രധാനമായിട്ടും രണ്ട് പഴശ്ശി വിപ്ലവങ്ങളുണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം. അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. ഈ വർഷങ്ങൾ പ്രധാനമാണ്, അത് ഓർത്തു വെക്കേണ്ടതാണ്. PYQ ക്വസ്റ്റ്യനുമാണ്. അടുത്തത് പഴശ്ശി വിപ്ലവത്തിന് കാരണമായ ഘടകങ്ങൾ എന്തെല്ലാമാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പ്രധാനമായിട്ടും പഴശ്ശി വിപ്ലവത്തിന് കാരണമായ ഘടകം. ഇതിന് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. ആ പഴശ്ശിരാജയുടെ പൂർണ്ണ പേരാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അടുത്തത് കേരളത്തിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കേരളത്തിൽ ആദ്യമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അത് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകളെ പരിഗണിച്ച് ഇദ്ദേഹത്തിന് നമ്മൾ അറിയപ്പെടുന്നത് വീര കേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പം വീര കേരള സിംഹം ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പഴശ്ശിരാജയാണ്. അടുത്തത് പഴശ്ശിരാജയുടെ രാജവംശമായിരുന്ന കോട്ടയം രാജവംശം. ഇത് സ്ഥാപിച്ചത് ആരാണ്? PYQ ക്വസ്റ്റ്യനാണ്. ഇത് സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാളാണ്. ഈ കോട്ടയം എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയല്ല, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയാണ്. ഓക്കെ. അടുത്തത് പഴശ്ശിരാജയുടെ വിശേഷണ പേരുകൾ: പുരളി ശമ്മർ, കേരള സിംഹം. അതായത് കേരള സിംഹം എന്ന് വെച്ചാൽ ഒരു നോവലാണ്, സർദാർ KM പണിക്കർ എഴുതിയ നോവലാണ്. പിന്നെ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജനെ വിശേഷിപ്പിക്കുന്നത് പൈച്ചി രാജ, കെട്ടിയോട്ട് അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ കേന്ദ്രമായിരുന്ന മല അല്ലെങ്കിൽ പഴശ്ശിന്റെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് പുരളി മല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുരളി ശമ്മർ എന്ന് വിളിക്കുന്നത്. അത് കണ്ണൂരിലെ ബ്രഹ്മഗിരി കുന്നിന്റെ ഭാഗമാണ്. ഓക്കെ, ഇത് നോട്ട് ചെയ്യണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ക്വസ്റ്റ്യനും കൂടിയാണ്. അടുത്തത് പഴശ്ശിരാജാവിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? അതായത് പഴശ്ശിരാജാവ് യുദ്ധം ചെയ്യുന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് ആദ്യത്തെ പ്രധാനമന്ത്രി. പഴശ്ശിരാജാവിന്റെ സർവ്വസൈനാധിപൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ കൈതേരി അമ്പു നായരാണ്. കൈതേരി അമ്പു നായരാണ് പഴശ്ശിരാജാവിന്റെ സർവ്വസൈനാധിപനായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധമാണ് അടുത്തതായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധം. അതൊരു യുദ്ധതന്ത്രമാണ്. ആ യുദ്ധത്തിന്റെ പേരാണ് ഗറില്ല യുദ്ധം. അദ്ദേഹത്തിന്റെ ആ യുദ്ധത്തിന്റെ വേറൊരു പേരാണ് ഒളിപ്പോര് എന്ന് അറിയപ്പെടുന്നുണ്ട് ഈ യുദ്ധം. പ്രധാനമായിട്ടും പഴശ്ശി വിപ്ലവങ്ങൾ 2 ഉണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം. അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവത്തിനെ കുറിച്ച് നോക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1797 വരെയാണ്. അതിൽ തന്നെ 1792 ശ്രീരംഗം പട്ടണം സന്ധിയോടുകൂടി മലബാർ, കൊച്ചി പ്രദേശങ്ങളെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തെറ്റായ നികുതി പരിഷ്കരണങ്ങൾ ആണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം. നികുതി കൂടുതൽ ചുമത്തിയത് ബ്രിട്ടീഷുകാരുടെ എതിരെ പഴശ്ശിരാജയ്ക്ക് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. 1797. അതാണ് പഴശ്ശി വിപ്ലവത്തിന്റെ അവസാനം, അതായത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ അവസാനം. അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ.
നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം ഭാഷി വിപ്ലവം. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം ഭാഷി വിപ്ലവത്തിന്റെ കാരണം. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജനെ പൊരുതാൻ വേണ്ടിയിട്ട് സഹായിച്ച ആദിവാസി വിഭാഗം. അടുത്തത് പരമര യുദ്ധം. എന്താണ് പരമര യുദ്ധം എന്ന് വെച്ചാൽ തലക്കൽ ചന്തുവിന്റെയും ഏറ്റവും അറിയപ്പെടുന്ന പോരാട്ടമാണ് പരമര യുദ്ധം. ബ്രിട്ടീഷുകാരുടെ പരമരം കോട്ട നൂറിൽ പരം കുറിച്ച പോരാളികളായി തലക്കൽ ചന്തുവിന്റെയും എടച്ചന കുങ്കന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം വളർന്നു. എപ്പാന്ന് 1802 ക്യാപ്റ്റൻ ഡിക്കൻസൺ എന്ന ബ്രിട്ടീഷ് നേതാവിന്റെ സൈന്യത്തെ കുറിച്യ സൈന്യം കീഴടക്കി. പോരാട്ടത്തിൽ ഡിക്കൻസനും ലഫ്റ്റനന്റ് മാക്സ്വെല്ലും ഉൾപ്പെടെ ധാരാളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു. 3 വർഷത്തിന് ശേഷം 1805 നവംബർ 15 ചന്തു ബ്രിട്ടീഷുകാരുടെ പിടിയിൽപ്പെട്ടു. ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ തൂക്കിലേറ്റി. ഇതാണ് പരമര യുദ്ധം എന്നറിയപ്പെടുന്നത്. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ അല്ലെങ്കിൽ ബാബർ. തോമസ് ഹാർവേ ബാബർ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപനാണ് ആർത്തർ വെല്ലസി. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപനാണ് ആർത്തർ വെല്ലസി. അതൊരു PYQ ആണ്. അതുപോലെ തന്നെ പഴശ്ശിരാജക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർത്തർ വെല്ലസിയെ 1700